ഹലോ ഗൈസ്, ഈ പ്രാവശ്യം റംബൂട്ടാനൊക്കെ നല്ല വിലയാണേ. 5-6 റംബൂട്ടാൻ നമുക്കൊന്ന് നട്ടു നോക്കിയാലോ? ഇത് നമ്മൾ കന്നാരയ്ക്ക് പാട്ടമെടുക്കുന്ന സ്ഥലങ്ങളിൽ റംബൂട്ടാൻ ഇടവിളയായിട്ട് പ്ലാന്റ് ചെയ്യുന്ന കേട്ടോ. അപ്പം അവിടെ ഒരു കുറച്ച് തൈ കൂടെ നടാനുണ്ടായിരുന്നു. അതിൽ ചില തൈകൾ നടന്നതാണ്. ഇത് ഹോം ഗ്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനിയുടെ N18 എന്ന് പറയുന്ന വെർഷനാണ് നമ്മൾ നടന്നത്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള റംബൂട്ടാനാണ്. നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അല്പം ആനിമീൽ എന്ന് പറയുന്ന ജൈവവളം കൂടെ ചേർത്താണ് നടുന്നത്. JCB ഉപയോഗിച്ച് കളച്ച സ്ഥലമായതാണ്. വലിയ താഴ്ചയുള്ള കുഴി എടുക്കേണ്ട, ഒരു 1-1.5 അടി താഴ്ചയുള്ള കുഴി എടുക്കുന്നു. അതിൻ്റെ അത് അല്പം വളമൊക്കെ ഇട്ട് നനയിലാണ് നടാനായിട്ട് നോക്കുന്നത്. എന്നിട്ട് നമ്മൾ കവറ് പൊട്ടിച്ച് ഇതുണ്ടോ, റംബൂട്ടാൻ N18 എഴുതിയിരിക്കുന്ന 18 പീസ് മതി 1 കിലോയ്ക്കെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് അത്യാവശ്യം മുഴുത്ത തൈയാണ്, ഒരു 1-1.5 അടി ഹൈറ്റുള്ള. ഈ സമയങ്ങളിൽ കുഴിക്കുമ്പോൾ ഇച്ചിരി മുഴുത്ത തൈകൾ വെക്കണം, കാരണം മഴയൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊന്നും വെക്കരുത്, വെള്ളത്തിൽ നിന്ന് പൊക്കി വേണം വെക്കാനായിട്ട്. വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളൊന്നും നടരുത്. അപ്പം കവർ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ആദ്യമേ അടിഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് മേളിലേക്ക് നിലത്തിലൊന്ന് വരഞ്ഞ് നമുക്ക് സൂക്ഷ്മതയോടെ വേണം എടുക്കാനായിട്ട്, കാരണം ആ കൂട്ടിലിരിക്കുന്ന മണ്ണുകളൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ കട്ട് ചെയ്ത് അടിയിലും കൂടെ ഒരു കൈ സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കുഴിയിലേക്ക് എടുത്തു വയ്ക്കാനായിട്ട്. അപ്പോൾ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആ ബെഡ് ഭാഗം മേളിൽ വരത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട്. അത് മണ്ണിൻ്റെ അടിയിൽ പോകരുത്, മേൽഭാഗത്താണ് വെക്കണം. എന്നിട്ട് തൈ നേരെ നിൽക്കത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ സൈഡിൽ അല്പം കൂടി വളമിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്യുന്നു. ഇനി വളം വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി വളം ചെയ്താൽ മതി, കാരണം അടിവളം നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് വേരായതിന് ശേഷം ഇനി വളം ചെയ്താൽ മതി. വേണമെങ്കിൽ വെള്ളം നിൽക്കാൻ വേണ്ടി വേണമെങ്കിൽ അല്പം ഒരു പ്ലാറ്റ്ഫോം പോലെ നമുക്ക് വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം നിൽക്കാനും നല്ലതാണ്.